അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, അപ്പം ഇന്ന് പത്തിരിയും മുട്ടക്കറിയും ആയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ പത്തിരി പരത്തി വെച്ചിക്കണു, ചൂടാൻ ചട്ടി വെച്ചു, പത്തിരി ചൂടാട്ടോ. പിന്നെ ഇപ്പോൾ നോമ്പായിട്ട് അധികം കടി ഉണ്ടാക്കിയിട്ടില്ല, എന്നാൽ എപ്പോഴേലൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അധികം ചോറുണ്ടാക്കൽ, കടി മക്കൾ കടി തിന്നും, എന്നാലും അവർക്ക് ചോറ് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചോറാണ് ഇഷ്ടം, അപ്പോൾ പിന്നെ അധികം ചോറുണ്ടാക്കി മക്കൾക്ക് വേണ്ടി കടി ഉണ്ടാക്കും. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പാടെ വാട്ടി വെച്ചിട്ട് കേട്ടോ. ചൂടായിട്ട് അരച്ചിട്ട് ഒന്നും കൂടിയും ചൂടാക്കിയിട്ടേക്ക് മുട്ട ഇടാച്ചിട്ട്. അപ്പോൾ പത്തിരി ചൂടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ പത്തിരി ചൂടുണ്ട്. പിന്നെ കടി ഉണ്ടാക്കാച്ചപ്പോൾ പത്തിരി ഇഷ്ടം കേട്ടോ, വേറെ ഒന്നും ഇഷ്ടമില്ല കുട്ടികൾക്ക്. അപ്പോൾ പിന്നെ ദിവസേന പത്തിരി ആകുമ്പോൾ മട്ടിപ്പല്ലേ, അതാണ് പത്തിരി ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കുക, എപ്പോഴേലും ഉണ്ടാകും, അധികം കടി ഉണ്ടാക്കാത്തത്. പിന്നെ ഇത് മാവല്ല കേട്ടോ, ഇത് മുട്ട പുഴുങ്ങി വെച്ചിക്കാട്ടോ. മുട്ടക്കറിക്കുള്ള ഒരു മുട്ട നുറുക്കി വെച്ചിക്കണു, ബാക്കി 4 പുഴുങ്ങിയതും ഉണ്ട്. 5 പുഴുങ്ങിയിട്ട് ഒന്നിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടോ ചാറക്കിടാൻ. പിന്നെ പത്തിരി കുഴക്കണി വേണ്ടെന്ന് കൊടുത്തിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഇങ്ങനെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിർത്തിയ ഇപ്പോഴും എണ്ണ ഉണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ പത്തിരി ചൂടണുണ്ട്, മുട്ടക്കറി ഉണ്ടാക്കണുണ്ട്. പിന്നെ മോന് ജ്യൂസ് അടിക്കാൻ മത്തങ്ങ ഇട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെയൊക്കെ ചോറ് നല്ല കറി ഉണ്ടാക്കിയ മക്കളും ചോറിന് കേട്ടോ, ഞാനും ചോറിനും. കാരണം കൊണ്ട് പിന്നെ കടി ഉണ്ടാക്കിയാൽ ഞാൻ തിന്നൂല, അവരെന്നെ തിന്നുള്ളൂ. പത്തിരി ആയാലും എന്തായാലും അപ്പം അപ്പോഴും വേണം ചോറും കൂട്ടാൻ. അപ്പം അതാണ് പിന്നെ ചോറും കൂട്ടാനുമേത് കഴിക്കണം. അങ്ങനെ മസാല അരക്കാനിട്ട് അരക്കാൻ ചാലിട്ടിട്ട് അരക്കാൻ കൊണ്ടായിക്കോട്ടോ. മോനെ ജ്യൂസ് അടിച്ച് നോക്കുമ്പോൾ പിന്നെ ആ മിക്സിമ്മ പിന്നെ അന്ന് അരക്കാൻ പറഞ്ഞു ഞാൻ. എന്നിട്ട് ഇതാ ചാറ് റെഡിയാക്കാൻ പോവുകയാണ്. അരച്ചു കൊടുത്തിട്ട് ചട്ടിക്ക് തുള്ളിയും കൂടി എണ്ണ ഒഴിച്ചിട്ട് തന്നെ ഉള്ളിയൊക്കെ വാട്ടി ഒന്നും കൂടി എണ്ണ ഒഴിച്ചിട്ട് അരച്ചതായിക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് മുട്ടയിലേക്ക് ഇട്ടിട്ട് മുട്ടയുടെ ചാറിൻ്റെ ഒക്കെ അതിൽ പിടിക്കണ്ടേ, തേങ്ങ അല്ല അരക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്തതാണ്. ഉള്ളി തക്കാളി വാട്ടിയിട്ട് അരച്ചു, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാട്ടിക്കും. അത് തിളച്ചപ്പോൾ മുട്ടയിലിട്ട് ഒന്നുകൂടി തിളപ്പിക്കാൻ വെച്ചിട്ടോ. അരിഞ്ഞ മുട്ടയിട്ടു, പുഴുങ്ങിയ മുട്ടയിട്ടു. മുട്ട പുഴുങ്ങിയിട്ട് തന്നെ അരിഞ്ഞിക്കണിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്, പത്തിരി മുട്ടക്കറി. പിന്നെ ചോറും കറിയൊക്കെ ഉണ്ട്. ഇപ്പം പത്തിരിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ചോറ് വെച്ചിരിക്കണു, കറി നിലത്തുണ്ട്. പിന്നെ അവിടെയൊക്കെ പരന്നൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ വെച്ചിട്ട്. വെളിച്ചം കുറവാണ്, ബൾബ് ഇടണം അങ്ങോട്ട്. ആ നടുക്കൊരു ബൾബല്ലേ ഉള്ളത്, കാരണം വെളിച്ചം അങ്ങോട്ടുണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. കല്യാണം അത് ചെയ്തപ്പോൾ തന്നെ ഇവിടെയൊക്കെ പരന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വാങ്ങിക്കൊടുക്കാനായിക്കൂടും. അപ്പോൾ വാങ്ങിക്കൊടുക്കുമ്പോഴത്തേന് അതൊക്കെ തുടച്ചതാക്കി വെച്ചതാണ്. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ചാറ് റെഡി ആയിക്കണു, എല്ലാം തളിച്ച് മുട്ടക്കയിൽ തന്നിട്ട് കഴിക്കണം കടവ്. പിന്നെ എണ്ണക്കടി ഇതാണ് കേട്ടോ, മുട്ട പുഴുങ്ങിയിട്ട് മസാല ഇട്ടിട്ട് ഇളക്കിക്കുക. പിന്നെ പാത്രങ്ങൾ കഴുകാനായിക്കണു, ഒരു സിങ്ക് പാത്രങ്ങൾ കഴുകാണ്ട്. മത്തങ്ങ ജ്യൂസ് അടിച്ചതിൻ്റെ ഇടയിൽ മത്തങ്ങയുടെ ജ്യൂസിൻ്റെ പണി കഴിഞ്ഞു. കുഞ്ഞാവ ജ്യൂസ് അടിച്ചിരിക്കണം, ഞങ്ങൾക്ക് പാലൊഴിക്കണം. പഞ്ചസാര മത്തങ്ങയും പാണ്ട് അടിച്ചു. അത് പാത്രത്തിൽ ഒഴിച്ചിട്ട് എനിക്ക് പാലുകൊണ്ട് ഒഴിച്ചാൽ അതിൻ്റെ പണിയും കഴിയുമല്ലോ. പിന്നെ മത്തങ്ങ കഷ്ണം വെട്ടി വെക്കണം, അത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണം വെട്ടിവെക്കും. ഒരു മത്തങ്ങ മേടിച്ചാൽ പകുതി വാങ്ങുക, അതിൻ്റെ പകുതി ജ്യൂസ് അടിക്കും, പകുതി കഷ്ണം വെട്ടിവെക്കും ചെയ്യും കേട്ടോ. നോമ്പറക്കുമ്പോഴത്തേനും നോമ്പറക്കുമ്പോൾ മത്തങ്ങ അല്ലെങ്കിൽ എന്തോ ഒരു പോലെ. ഇപ്പോൾ മത്തങ്ങ ആണ് എന്തെങ്കിലും
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.